ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, ഒരു മുസൽമാനെ പറ്റി ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പറയാൻ കൊള്ളുന്ന സന്ദർഭമുണ്ടോ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഒരു മുസൽമാനെ ആക്ഷേപിക്കുവാനും അപമാനിക്കുവാനും നിന്ദിക്കുവാനും പാടുള്ളതല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു മുസൽമാന്റെ രക്തം, അവൻ്റെ അഭിമാനം, ഇതൊക്കെ വളരെ പവിത്രമാണ് എന്നുള്ളതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന വചനത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നിശ്ചയം അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, ബിഹസ്ബി ഇംറിഇൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിമ. അതായത് ഒരു മുസ്ലിമിനെ നിന്ദിക്കുക എന്നുള്ളത് അത് വലിയ ദോഷമാണ് എന്നുള്ളതാണ്, ഒരു തെറ്റാണത്. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം ദമുഹു വമാലുഹു വഇർളുഹു. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രക്തം, അവൻ്റെ സമ്പത്ത്, അവൻ്റെ അഭിമാനം, ഇതൊക്കെ പവിത്രമാണ്. അതിനെ യാതൊരു തരത്തിലും നിന്ദിക്കുക, അപമാനിക്കുക, അവഹേളിക്കുക, ആക്ഷേപിക്കുക, ഇതൊന്നും തന്നെ ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായൊരു വചനം പല ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട്. ഇമാം തിർമിദിയുടെ സുനനിൽ നമുക്ക് കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറിക്കൊണ്ട് പറയുകയാണ്, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ നിവേദനം ചെയ്യുകയാണ്, സ്വഇദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മിമ്പർ ഫനാദാ ബിസൗതി റഫീഇൻ. റസൂലുള്ള മിമ്പറിൽ കയറി ഉയർന്ന ശബ്ദത്തോടുകൂടെ ആ മിമ്പറിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അവിടുന്ന് പ്രസംഗിക്കുകയാണ്, യാ മഅ്ശറ മൻ അസ്ലമ ബിലിസാനിഹി വലം യുഫ്ലിൽ ഈമാനു ഇലാ ഖൽബി. അതായത് നാവ് കൊണ്ട് മുസ്ലിമാകുകയും ഹൃദയത്തിൽ ഈമാൻ, വിശ്വാസം പ്രവേശിക്കുകയും ചെയ്യാത്ത സമൂഹമേ, ലാ തുഉദുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളെ ഉപദ്രവിക്കരുത്, മുസ്ലിങ്ങളെ ദ്രോഹിക്കരുത്, വലാ തുഅയ്യിറുഹും, നിങ്ങൾ അവരെ ആക്ഷേപിക്കരുത്, വലാ തത്തബിഉ ഔറാത്തിഹിം, അവരുടെ ന്യൂനതകൾ, അവരുടെ നഗ്നത, അവരുടെ ന്യൂനത, അതിൻ്റെ പിന്നാലെ പുറകെ അന്വേഷിച്ച് നടക്കരുത്. ഫഇന്നഹു മൻ തതബ്ബഅ ഔറത അഖീഹിൽ മുസ്ലിമി തതബ്ബഅ അല്ലാഹു ഔറതഹു. ആരെങ്കിലും തീർച്ചയായും ഒരു മുസൽമാന്റെ രഹസ്യങ്ങൾ ചൂഴ്ന്നന്വേഷിച്ചുകൊണ്ട് നടന്നാൽ അള്ളാഹുവും അവൻ്റെ ഔറത്ത് അതിൻ്റെ പുറകെ നടക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ അവനെ പിൻപറ്റുമെന്ന് പറഞ്ഞാൽ അവനെ അള്ളാഹു തആല നിന്ദിക്കും. അതായത് ഹദീസിൽ പറയാൻ, വമൻ തതബ്ബഅ അല്ലാഹു ഔറതഹു യഫ്ലഹു വലൗ ഫീ ജൗഫി റഹ്ലിഹി എന്നാണ്. ആരെങ്കിലും അള്ളാഹു തആല അവൻ്റെ ആ ഔറത്ത് പിൻപറ്റിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഒരു വലിയ സംഘത്തിൻ്റെ, യാത്രാ സംഘത്തിൻ്റെ മധ്യത്തിലാണെങ്കിൽ പോലും, എത്ര രഹസ്യ ഭാഗത്താണ് എങ്കിൽ പോലും അവനെ ജനങ്ങൾക്കിടയിൽ വെച്ച് അള്ളാഹു തആല വഷളാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു മുസൽമാൻ്റെ ന്യൂനതകൾ, ഒരു മുസൽമാൻ്റെ ന്യൂനതകളും അവൻ്റെ രഹസ്യങ്ങളും അവൻ്റെ നഗ്നതയും ഇതൊക്കെ ചൂഴ്ന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് പാടുള്ളതല്ല. അങ്ങനെ ആരെങ്കിലും നടന്നാൽ അള്ളാഹു അവനെ വഷളാക്കും എന്നാണ് ഈ ഹദീസിൻ്റെ സാരം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ് പ്രിയമുള്ളവരെ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്
ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിച്ചുകൂടാ. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഒരുപക്ഷെ ഈ പരിഹസിക്കുന്ന ആളുകളെക്കാൾ പരിഹസിക്കപ്പെടുന്നവർ ഉത്തമരായേക്കാം. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന ഖൈറൻ മിൻഹുന്ന. അതുപോലെ തന്നെ സ്ത്രീകൾ മറ്റ് സ്ത്രീകളെ പരിഹസിച്ചുകൂടാ. കാരണം പരിഹസിക്കപ്പെടുന്നവരെക്കാൾ ആ പരിഹസിക്കപ്പെടുന്ന ജനത ഉണ്ടല്ലോ, അവര് പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായേക്കാം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. അങ്ങനെ ഇരട്ട പേരുകൾ, ചീത്ത പേരുകൾ ഇതൊന്നും വിളിക്കാൻ വേണ്ടി പാടുള്ളതല്ല. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. വിശ്വാസത്തിന് ശേഷം അധർമ്മം ആയിട്ടുള്ള കാര്യം എത്ര ചീത്തയാണ്. അധർമ്മം നിറഞ്ഞ പേരുകൾ. വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. പശ്ചാത്തപിക്കാത്ത ആളുകൾ അവർ തന്നെയാണ് അക്രമികൾ എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുക. ഒരാളെ സംബന്ധിച്ച്, ഒരു മുസൽമാനെ സംബന്ധിച്ച് അവനെ നിന്ദിക്കുവാനോ അപമാനിക്കുവാനോ അവനെ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറയുവാനോ പാടുള്ളതല്ല. അങ്ങനെ സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ മറ്റൊരു വചനത്തിൽ വന്നിട്ടുണ്ട്. ഒരു സിബാബുൽ മുസ്ലിമി, ഒരു മുസ്ലിമിനെ ആക്ഷേപിക്കുക എന്നുള്ളത് ഫുസൂഖ്, അത് ഫിസ്കാണ്, ഫുസൂഖാണ്. അത് വളരെ ഒരു തെമ്മാടിത്താണെന്ന് റസൂൽ പറയുന്നത്. എന്നിട്ട് പറയാണ് അവനെ വധിക്കുക എന്നുള്ളത് കുഫറാണ്, സത്യനിഷേധമാണ് എന്നുള്ളതാണ്. ഇത്രയും സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ചില സന്ദർഭത്തിൽ ഇപ്പോൾ ഒരു വിവാഹം അന്വേഷിച്ച് ഒരാളെക്കുറിച്ച് വരികയാണ്. അപ്പോൾ ആ ആളാണെങ്കിൽ മദ്യപാനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ന്യൂനത പറയേണ്ടി വരും. അതുപോലെ തന്നെ കോടതിയിൽ ഒരാൾ മറ്റൊരാളെ കൊല ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സാക്ഷിയായ ആൾക്ക് കോടതിയിൽ പറയാം, ഇന്ന ആൾ മറ്റേ ആളെ കൊന്നതാണ്, കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂനതകൾ പറയാൻ വേണ്ടി പറ്റും. ഹദീസിൻ്റെ ഈ നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ, ഹദീസിൻ്റെ റാവികളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അതിലവർ പിന്നെ വിശ്വസ്തന്മാരാണോ വിശ്വസ്തന്മാരല്ലേ, അതുപോലെ തന്നെ അവർക്ക് ഹദീസ് മനഃപ്പാഠമാക്കാനുള്ള കഴിവുണ്ടോ, അതല്ല അവർ പിന്നെ വ്യാജമായ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ടോ, കളവ് പറയുന്ന ആളുകളാണോ, അവർ ഷിയാ വിശ്വാസക്കാരാണോ, ഇങ്ങനെയൊക്കെ ഓരോ ആളുകളെ സംബന്ധിച്ചും നിരൂപണം നടത്തുകയും വളരെ വ്യക്തമായി കൊണ്ട് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുക എന്നുള്ളത് ഹദീസിൻ്റെ സനദുകൾ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള റിപ്പോർട്ടർമാർ, റാവികൾ, അവരെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചില സന്ദർഭത്തിൽ അത്തരം കാര്യങ്ങളാകാം. പക്ഷേ ഒരാളെ അപമാനിക്കുക, നിന്ദിക്കുക, അവനൊന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ള വളരെ ഒരു മോശമാക്കി ചിത്രീകരിക്കുന്നത് പൊതുവെ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദരണീയനാണ്. അവന് പരിശുദ്ധ കഅബാലയം, ആ കഅബാലയത്തിന് എത്ര പവിത്രത ഉണ്ടോ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പവിത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള മഹനീയമായിട്ടുള്ള സത്യസാക്ഷ്യം ഉരുവിട്ടിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തിയുടെ മഹത്വം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.